ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എച്ച് ബി ഫൈസി ഗൈസ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ഒരു എന്താണ് ഒരു രീതി പങ്കെടുക്കാൻ പോവാണ്. അതെ ഗൈസ്, നമ്മളെ ജിത്തുവിന്റെ PTA മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കാൻ പോവാണ്. അപ്പൊ അവനെ അറിഞ്ഞിട്ടില്ല, നമ്മൾ ഇത്രയും പേരൊന്നും വരുന്നത് അവനെ അറിഞ്ഞിട്ടില്ല. വിജിത്തിനെയും കൊണ്ടാണ് ജിത്തുവിന്റെ അമ്മ പോയേക്കണത്. അപ്പൊ അവരെ ആരും അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വന്ന കാര്യം. അപ്പൊ എന്തായാലും ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് എന്താന്ന് വെച്ചാ നോക്കാം. അല്ലടാ എന്റെ മീറ്റിംഗിൽ വരെ ഞാൻ പങ്കെടുത്തിട്ടില്ല ഗൈസ്. അതെ, ഞങ്ങളുടെ PTA മീറ്റിംഗിന് ഒരു ഞങ്ങൾ ഇത്രയും ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങള് പോയിട്ടില്ല. അപ്പൊ ആയിട്ടില്ല, പങ്കെടുത്തിട്ടില്ല. സത്യം, അതിന് ക്ലാസ്സിൽ കയറിയാലല്ലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അതെ സത്യം, ക്ലാസ്സിൽ പോലും കേറിയിട്ടില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ. ക്ലാസ്സിൽ കയറാതെ നമ്മള് ബ്ലോഗിൽ ഇങ്ങനെ പങ്കെടുത്തോണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, അപ്പൊ നമ്മള് ജിത്തുവിന്റെ സ്കൂളിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ്, ദേശീയ ഗാനമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ തന്നെ സ്കൂള് വിടും. എല്ലാവരും വെയിറ്റിംഗിലാണ് തന്നെ. ഒരാള്, രണ്ടാള്, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതും അതെ. പക്ഷെ ഞാൻ 10 ലക്ഷം വെച്ച് മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ വ്ലോഗ് എടുക്കാന്നുള്ള ഒരു കണ്ടന്റ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നേക്കണത്. എന്തായാലും ബാക്കി എല്ലാവരും ഇറങ്ങട്ടെ, ഇറങ്ങി കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഒടുവിലെ പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അങ്ങനെ ഞാൻ വരേണ്ടി വന്നു. അതെ, ജിത്തുവിന്റെ ചേട്ടനായിട്ട് വിജിത്തിന് വരേണ്ടി വന്ന്. അടുത്ത 3 PTA മീറ്റിംഗ് കൂടെ ഉണ്ട്. 3 PTA മീറ്റിംഗ് ആണ്. നിന്നെ സെലിബ്രിറ്റി ആയിട്ട് നിയമിച്ചില്ലേ അവിടെ ഉള്ളവരൊക്കെ? അങ്ങനെ വിജിത്തിന് ഇനി 3 PTA മീറ്റിംഗ് കൂടി ഉണ്ടെന്നാണ് അവൻ പറയണത്. ഇനി എന്തായാലും തീരുമെന്നൊക്കെ ഇനി കണ്ടറിയാം. എന്തായാലും അമീനെ എന്തെങ്കിലും പറയണ്ട? ചിരി. ശ്യാമിനെപ്പോഴും ചിരി മാത്രമോ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഇനി ബാക്കിയൊക്കെ നമുക്ക് കാണാം. ഗൈസ്, നമ്മളൊക്കെ അങ്ങനെ PTA മീറ്റിങ്ങിന് പോയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് വിജിത്ത് സാറിനോട് നമുക്ക് ചോദിച്ചറിയാം. വിജിത്ത് സാർ, എന്താണ് ഹെൽമെറ്റ് ഒന്ന് വരൂ, താങ്കളൊന്ന് കാണട്ടെ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് PTA മീറ്റിങ്ങിന് പോയിട്ട്? വർഷങ്ങൾക്ക് ശേഷം ഒരു PTA മീറ്റിംഗിൽ പോയപ്പോ വളരെ സന്തോഷമുണ്ട് ഗൈസ്. അതെ അതെ അതെ, കാരണം ഇവനൊന്നും സ്കൂളിൽ PTA മീറ്റിംഗ് കണ്ടിട്ടില്ല. ഇവനൊന്നല്ല, ഞാനും. സത്യം പറയുകയാണെങ്കിൽ എന്റെയൊക്കെ PTA മീറ്റിങ്ങിന് എന്റെ ഉമ്മയൊക്കെ ഒന്നിന് കരഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടുണ്ട്. എന്തിനാണെന്തോ ഒരു കാര്യമില്ല. ഈ ടീച്ചർമാര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും, അത് കേട്ട് വിശ്വസിക്കുന്ന നമ്മളെ കുറെ മാതാപിതാക്കളും. എന്ത് കാര്യത്തിനാണെന്തോ അതിന്റെയൊക്കെ. ഗൈസ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തം മിസ്സിംഗ് ആയിരുന്നു. അവനെ ഞാനിപ്പോ കാണിച്ചു തരാം. ഇവനെങ്ങും വരുമൊന്നുമില്ല, PTA മീറ്റിങ്ങിന് വരില്ല, എങ്ങും വരില്ല. ഇവൻ വലിയ സെലിബ്രിറ്റി ആണെന്നാണ് അവന്റെ വിചാരം. എവിടെ ഉണ്ടമ്പുരിയാണ്, അവനൊന്നും ഒന്നുമില്ല. ഖാനെ, എന്തെങ്കിലും ഒരു 2 വാക്ക് സംസാരിക്കണ്ടെങ്കിൽ? 2 വാക്ക്. ഫൈസ ഒരു മണ്ടൻ. അതെ, ഇവന്റെ വാപ്പ എപ്പോഴും പറയും ഞാനൊരു വാഴേനാണല്ലോ വെച്ചേന്ന്. അത് കറക്റ്റാണ് ഗൈസ്. ഗൈസ്, കർമ്മം കൊണ്ട് ഇവനാണ് ഇവന്റെ അനിയൻ. ഇവനാണ് PTA മീറ്റിങ്ങിന് പോവേണ്ടത്. പക്ഷെ പോയത് ഇവനാണ് PTA മീറ്റിങ്ങിന്. അത് എങ്ങനെ? ഇവനിപ്പോ എല്ലാവരും ഡ്രൈവറായിട്ടാണ് കാണുന്നത്. അല്ലേ വിജിത്തെ? ഡ്രൈവറായിട്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവർ. ഇത് വേറെ രീതിയാണ്. ഇത് എന്താ രീതിയാന്ന് എനിക്കറിയാൻ പാടില്ല. ഇൻട്രോവേർട്ടാ നീയാ? എനിക്ക് ഞങ്ങൾ പെമ്പിളൊക്കെ മെസ്സേജ് അപ്പൊ ഇൻട്രോവേർട്ട് മാറിയുണ്ടല്ലോ, പിന്നെ ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും, ഹൈ ക്വാളിറ്റിയിലായിരിക്കും പിന്നെ മച്ചാ നടക്കണത്. ഗൈസ്, നമ്മളങ്ങനെ 3 കണ്ടന്റ് വീഡിയോസ് എടുക്കാനായിട്ട് ഇവിടെ വന്നേക്കണേ. സ്ഥലം വെട്ടിക്കയാണ്. വെട്ടിക്ക എല്ലാവരും ഉണ്ട്. സാമേ ഹായ് വിട്. ഹായ്. അതാണ് മാന്യമായിട്ടുള്ള പയ്യനാണ്. ഞങ്ങളുടെ കൂട്ടത്തിലെ അന്യായമായിട്ടുള്ള പയ്യനും കൂടിയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മള് ഐസ്ക്രീം തിന്നാനായിട്ട് പോണേന്ന്. എല്ലാവരും ഐസ്ക്രീം തിന്നോണ്ടിരിക്കാണ്. ചായ ഞാൻ ഇവിടെ ഒരുത്തൻ മേടിച്ചോണ്ടിരിക്കാണ്. അപ്പൊ നമ്മള് ഐസ്ക്രീം തിന്നാനായിട്ട് പോണേന്. ആരും കൊതിയിട്ട് ഞങ്ങളെ വയറ്റിലൊക്കെ ഒന്നും പിടിപ്പിക്കൊതി കേട്ടല്ല. ഓക്കെ, അപ്പൊ ഇനി ഇത് പൊട്ടിച്ചാൽ എടുക്കട്ടെ. ഏറ്റായി ഒടുവിൽ പ്രഹസനങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളത് പൊട്ടിച്ചെടുത്താണ്ട് ഇനി നമുക്ക് കഴിക്കാം. ആടിപ്പൊളി. ഇത് എന്താണ് പറയാനുള്ളത്? വാനില കപ്പ് ഐസ്ക്രീം പടക്ക സാധനം.
യെസ്, അവൻ എപ്പോഴും കപ്പാണ് ഇഷ്ടം, അതുകൊണ്ട് അവൻ കപ്പ് ഐസ്ക്രീം എടുക്കുള്ളൂ. അവന് കോലാണ് ഇഷ്ടം, അവൻ കോല എടുക്കുള്ളൂ. കോലി എന്താണ് കുറവ്? നിങ്ങൾ കൂലി കഴിക്കാറില്ലേ? അപ്പൊ എന്തായാലും ഇതാണ് ഇന്നത്തെ പരിപാടികൾക്ക്. 10 രൂപ കൊടുത്തില്ലേ? നീ 50 രൂപ കൊടുത്തില്ലേ? ഞാൻ മാത്രല്ല 10 രൂപ കൊടുക്കാനുള്ളൂ. ഇവൻ 50 രൂപ കൊടുത്താണ്, എന്നിട്ട് ഇപ്പൊ വാക്ക് മാറ്റി കഴിച്ചു. ഇനി ഞാൻ 10 രൂപ കൊടുക്കണ്ടേ? ആണ്ടെങ്കിലും 10 രൂപ കൊടുക്കണം. ഞാൻ കൊടുത്ത് ഞാനാ കൊടുക്കാത്തുള്ളൂ. കൊള്ളാടാ അവൻ. ഞാൻ മാത്രമുള്ള പിന്നെ കൊടുക്കാൻ കൊള്ളാടാ. എന്നാലും വിജിത്തേ എന്നോട് ഈ ചതി നീ വേണ്ടായിരുന്നു. കൊള്ളാടാ. എന്തായാലും ഐസ്ക്രീമൊക്കെ തിന്നേ. ഇനി നമ്മള് പൈസ കൊടുക്കട്ടെ. അങ്ങനെ നമ്മള് ഐസ്ക്രീമൊക്കെ തിന്ന്. അമീനെ എങ്ങനെയുണ്ട് ഐസ്ക്രീം? സന്തോഷം, നല്ല രുചി. സന്തോഷം സമാധാനം എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. നല്ല രുചി. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ തിന്ന് ഇങ്ങനെ ഇനി നേരെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. വീട്ടിൽ ചെന്ന് ട്രേഡിങ്ങിന്റെ ക്ലാസ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. ഇനി ഇതേപോലുള്ള ഓരോരോ കോമാളിത്തരങ്ങളായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനി കാണാം. ശ്യാമേ നാളെ സ്വകാര്യ പണി മുടക്ക്, ബസ്സില്ല. ശ്യാമ നാളെ കേറി നട റോഡിൽ നിന്ന് തടയാൻ പോണെന്നാണ് അവൻ പറയണത്. എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നമ്മളെ അച്യുതാനന്ദൻ സാർ ആദരാഞ്ജലി അറിയിക്കുന്നു. അതെ, നമ്മളുടെ സ്വന്തം നാടിനു വേണ്ടി പ്രവർത്തിച്ച നമ്മളുടെ അച്യുതാനന്ദ സാറ് അന്തരിച്ചു. എന്തായാലും അദ്ദേഹത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആദരാഞ്ജലികൾ ഞങ്ങൾ അറിയിക്കണേ. ഇന്നിപ്പോ ഇത്രേ ഉള്ളൂ. നല്ല നല്ല ബ്ലോഗൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാം. ഇറ്റ്സ് മീ ഫൈസി സൈനിങ് ഔട്ട്.